നമുക്ക് പല സന്ദർഭങ്ങളിലും രഹസ്യമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനായിട്ട് ഞാനൊരു തകർപ്പൻ ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിക്ലൈൻ അതുപോലെ തന്നെ അക്സെപ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം താഴെ വീണ്ടും അക്സെപ്റ്റ് കാണിക്കുന്നുണ്ട്. അക്സെപ്റ്റ് കൊടുക്കുക. ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീണ്ടും വൈൽ യൂസിങ് ദ ആപ്പ് എന്ന് തിരഞ്ഞെടുക്കുക. ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അലോ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക. ഞാനിവിടെ അലോ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ സ്ക്രീൻ ഓവർലേ പെർമിഷൻ എന്നൊരു പെർമിഷൻ ഇവിടെ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻ ഇവിടെ ഓഫിലായിരിക്കും. ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരിക. ഇപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്കൊന്ന് പോകാം. ഇവിടെ താഴെ വലതുവശത്ത് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ സെറ്റിങ്സ് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഏറ്റവും മുകളിൽ സെറ്റിങ്സ് ഉണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. പരസ്യങ്ങൾ വരുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അതിനുശേഷം നമ്മളിവിടെ സെറ്റിങ്സിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ ലോങ് വീഡിയോ റെക്കോർഡിംഗ് എന്ന ഭാഗം ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് വലിയൊരു വീഡിയോ ആണ് റെക്കോർഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം വീഡിയോ ഡേറ്റ് ആൻഡ് ടൈം ഡിസ്പ്ലേ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ആ ഡേറ്റും ടൈമും ഡിസ്പ്ലേയിൽ കാണണോ എന്നത് നമുക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ക്ലൗഡ് സെറ്റിങ്സ് കാണുന്നുണ്ട്. നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആണോ വേണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൽ ID കൊടുത്തിട്ട് ഇവിടെ ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഡയറക്റ്റ് ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് പോവുകയുള്ളൂ. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറിയിൽ അത് കാണണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ ഗൂഗിൾ ഡ്രൈവ് തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം അത് തിരഞ്ഞെടുക്കുന്നില്ല. ഇവിടെ സേവ് ടു ഡ്രോപ്പ് ബോക്സിലേക്ക് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ അതും നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. അതിനുശേഷം ഇവിടെ ഡിലേറ്റ് ലോക്കൽ ഫയൽ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഡ്രോപ്പ് ബോക്സിലേക്കോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലേക്കോ ഇത് സേവായി ഉടനെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ നിന്നും ഫയൽ ഡിലീറ്റ് ചെയ്യണോ എന്നത് നിങ്ങൾക്കിവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ സെലക്റ്റഡ് ആവും. അതിനുശേഷം വോളിയം ആൻഡ് പവർ കീ സെറ്റിങ്സ് എന്ന ഭാഗം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ സെറ്റ് ദ നമ്പർ ഓഫ് വോളിയം അപ്പ് കീ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് വോളിയം കീ എത്ര പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡാകേണ്ടത് എന്നിവിടെ തിരഞ്ഞെടുക്കാം. ഞാനിവിടെ 2 എന്ന ഭാഗം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം സെറ്റ് ദ നമ്പർ ഓഫ് വോളിയം ഡൗൺ കീ, അതായത് നിങ്ങൾക്ക് റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യാനുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെറ്റ് ദ നമ്പർ ഓഫ് ദ വോളിയം ഡൗൺ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാണ്. അതും ഞാൻ 2 തിരഞ്ഞെടുത്തു. 2 പ്രാവശ്യം ഡൗൺ കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആവും. അതിനുശേഷം ഇവിടെ ആക്ടിവേറ്റ് ദ പവർ കീ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് റെക്കോർഡ് ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്യുന്നതും പവർ കീൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് വേണമെന്നുള്ളവർ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. അതിനുശേഷം ഇവിടെ സെറ്റ് ദ നമ്പർ ഓഫ് പവർ കീ പ്രസ്സസ് എന്ന ഭാഗം സെലക്ട് ചെയ്യണം. അതായത് നിങ്ങൾ പവർ കീ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എത്ര പ്രാവശ്യം പവർ കീ പ്രസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റെക്കോർഡ് ആകേണ്ടത്, എത്ര പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴാണ് അത് സ്റ്റോപ്പ് ആകേണ്ടത് എന്നിവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാനിപ്പം വോളിയം കീ തിരഞ്ഞെടുത്തുകൊണ്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം ഇവിടെ ഹാർഡ്വെയർ കീസ് വിൽ വർക്ക് ആഫ്റ്റർ എന്ന ഭാഗം ഇവിടെ കാണുന്നുണ്ട്. അത് വേണമെന്നുള്ളവർ മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ വോയിസ് കമാൻഡ് സെറ്റിങ്സ് എന്ന ഭാഗമുണ്ട്. നമുക്ക് വോയിസ് കമാൻഡിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം നമ്മൾ രഹസ്യമായിട്ടാണല്ലോ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിത് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. സെറ്റ് വോയിസ് കമാൻഡ് എന്ന ഭാഗത്ത് നമ്മളത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ് വേണ്ടത് എന്നുള്ളത്, അപ്പോൾ നമുക്ക് റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ അത് റെക്കോർഡാവും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അത് സെലക്ട് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ജനറൽ സെറ്റിങ്സ് ആണ് ഉള്ളത്. വീഡിയോ റെക്കോർഡിംഗ് ഡയറക്ടറി എന്ന ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇൻറ്റർണൽ സ്റ്റോറേജ് വേണോ പ്രൈവറ്റ് സ്റ്റോറേജ് വേണോ എന്ന് 2 ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ ഇൻബിൽട്ടായിട്ട് തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ തന്നെയാണുള്ളത്. ഇവിടെ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇൻറ്റർണൽ സ്റ്റോറേജിൽ എവിടെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിവിടെ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഓപ്പൺ എന്ന ഭാഗം കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ DCIM എന്ന ഈ ഒരു ഫോൾഡർ തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും DCIM
അത് ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ യൂസ് ദിസ് ഫോൾഡർ എന്ന ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ അലോ കൊടുക്കുക. ഇപ്പോൾ ആ ഒരു ഫോൾഡർ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ടേൺ ഓഫ് ക്യാമറ ബീപ്പ് സൗണ്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ബീപ്പ് സൗണ്ട് വേണ്ടല്ലോ, ജസ്റ്റ് അവിടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ വേണ്ടി കാണിക്കുന്നുണ്ട്, ജസ്റ്റ് അതൊന്ന് ഓൺ ചെയ്തിട്ട് അലോ കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരാം. ഇവിടെ മാക്സിമം റെക്കോർഡിംഗ് ടൈം 30 മിനിറ്റാണ് കാണിക്കുന്നത്. ഇനി 30 മിനിറ്റിലും കൂടുതൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ റിപ്പീറ്റ് റെക്കോർഡിംഗ് അൺലിമിറ്റഡ് എന്ന ഭാഗം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം അൺലിമിറ്റഡിൻ്റെ ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ റെക്കോർഡാവും. ഇനി ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ഓൾഡ് വീഡിയോ ഫയൽ എന്ന ഭാഗം, നിങ്ങൾക്ക് പഴയ വീഡിയോസുകളൊക്കെ, അതായത് റെക്കോർഡ് ചെയ്ത് കുറേ ഫയലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷന് നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിനൊരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആവശ്യമുള്ളവർ ചെയ്താൽ മതി കേട്ടോ. പിന്നെ കസ്റ്റമൈസ് നോട്ടിഫിക്കേഷൻ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വൈബ്രേറ്റ് വെൻ സ്റ്റാർട്ടിംഗ് റെക്കോർഡിംഗ്, വൈബ്രേറ്റ് വെൻ സ്റ്റോപ്പിംഗ് റെക്കോർഡിംഗ്, അത് രണ്ടും ഓണിൽ വെക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് റെക്കോർഡ് ആകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം മനസ്സിലാകും. അതിനുശേഷം ഇവിടെ ഷോ റെക്കോർഡഡ് വീഡിയോ ഇൻ ഗാലറി, അതായത് ഗാലറിയിൽ ഇത് ഷോ ആവണോ വേണ്ടയോ എന്ന് ചോദിക്കുന്നുണ്ട്. രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഗാലറിയിൽ സേവ് ആകണ്ട എങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കണ്ട. സേവ് ആകണമെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഷോ ടൈമർ, നിങ്ങൾക്ക് അതിൻ്റെ ടൈമിംഗ് കാര്യങ്ങളും ഹോം സ്ക്രീനിൽ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ വീഡിയോ റെക്കോർഡിംഗ് ബൈ ഷേക്കിംഗ് എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. ഷേക്കിംഗ് ഫോൺ, അതായത് ഫോൺ ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി. ഫോൺ ഒന്ന് ഷേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റെക്കോർഡാവും. അങ്ങനെ ഒരുപാട് സെറ്റിങ്സുകൾ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഓവർകമ്മിങ് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ, അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ഇപ്പോൾ ഏകദേശം നമ്മുടെ സെറ്റിങ്സുകളൊക്കെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ വീഡിയോ സെറ്റിങ്സ്, അതായത് ക്യാമറ, നിങ്ങൾക്ക് ഏത് ക്യാമറയാണ് വേണ്ടത് എന്നിവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ക്യാമറ ഡയറക്ഷൻ എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് വേണോ ഫ്രണ്ട് വേണോ എന്നൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഞാനിപ്പം ബാക്ക് തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റി, ഇവിടെ പല റെസൊല്യൂഷനിലുള്ള ക്വാളിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ 4K ക്വാളിറ്റി വരെ ഉണ്ട് കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ 4K തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള റെസൊല്യൂഷൻ ഇവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ ഓഡിയോ, നിങ്ങൾക്ക് അതിൻ്റെ വോയിസും കൂടി റെക്കോർഡ് ആകണമെങ്കിൽ ഇവിടെ ഓഡിയോ ഇപ്പോൾ ഓണിൽ തന്നെയാണുള്ളത്. അതല്ല വോയിസ് വേണ്ട എങ്കിൽ നിങ്ങൾക്കത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓഡിയോ സോഴ്സ് ക്യാം കോഡർ എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാഷ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ട് തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ക്യാമറ സൂം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അതും ഓഫിലാണുള്ളത്. പിന്നെ ഹൈ ഡൈനാമിക് റേഞ്ച് എന്ന ഭാഗം, അതും ഓഫിലാണുള്ളത്. അതിൻ്റെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. പിന്നെ വൈറ്റ് ബാലൻസ്, അതുപോലെ തന്നെ വീഡിയോ ബിട്രേറ്റ്, ഓഡിയോ ബിട്രേറ്റ്, വീഡിയോ കൊഡക്, അങ്ങനെയൊക്കെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്യാമറ റൊട്ടേഷൻ, അതായത് ക്യാമറ നമ്മൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് റെക്കോർഡാവും. പിന്നെ അത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് റെക്കോർഡാകുമ്പോൾ ഈ രൂപത്തിൽ റെക്കോർഡാവും. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ട്. പിന്നെ സ്റ്റോർ GPS ലൊക്കേഷൻ ഡാറ്റ, അതൊക്കെ നിങ്ങൾക്ക് സ്റ്റോർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാമറ പ്രീവ്യൂ ഇൻ ആപ്പ് എന്ന ഭാഗത്ത് നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ ക്യാമറ പ്രീവ്യൂ ഇൻ ബാക്ക്ഗ്രൗണ്ട്, അതും ആവശ്യമുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നെ പിഞ്ച് ഓൺ ദ പ്രീവ്യൂ സ്ക്രീൻ, അത് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം നമ്മളെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതായത് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പ് ഐക്കൺ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് വീഡിയോ റെക്കോർഡർ എന്ന ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐക്കൺ ഇവിടെ തിരഞ്ഞെടുക്കാം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു വീഡിയോ റെക്കോർഡർ അല്ല എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തൽക്കാലം നമുക്ക് ഏത് വേണമെങ്കിലും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് സെറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആവശ്യം പോലെ അത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഒന്ന് ബാക്ക് വരാം. ഇപ്പോൾ സെറ്റിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം ബാക്ക് വരികയാണ്.
ഇനി നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനി ഞാൻ ഈ വോളിയത്തിൻ്റെ അപ്പ് കീ ഞാൻ 2 പ്രാവശ്യം പ്രസ് ചെയ്യാണ്. ഇത് റെക്കോർഡിംഗ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ. ഞാനിവിടെ പ്രസ് ചെയ്തു. ഇപ്പോൾ ഒരു വൈബ്രേഷൻ എനിക്ക് അടിച്ചിട്ടുണ്ട്, അതായത് റെക്കോർഡ് ആകുന്നുണ്ട് എന്ന് എനിക്കിവിടെ കയ്യിൽ മനസ്സിലാകുന്നുണ്ട്. കുറച്ച് നേരം നമുക്കിങ്ങനെ റെക്കോർഡ് ചെയ്യാം. ഇനി നമുക്ക് വോളിയത്തിൻ്റെ ഡൗൺ കീ ഒന്ന് 2 പ്രാവശ്യം പ്രസ് ചെയ്യാം. എന്നിട്ട് ഇത് റെക്കോർഡ് സ്റ്റോപ്പ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 പ്രാവശ്യം ഞാൻ പ്രസ് ചെയ്തപ്പോൾ റെക്കോർഡ് സ്റ്റോപ്പ് ആകുന്നതിൻ്റെ വൈബ്രേഷൻ എനിക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഗാലറി ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കുകയാണ്. ഗാലറി തുറന്നു നോക്കുമ്പോൾ ഇവിടെ ആ വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കിവിടെ പ്ലേ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ ഞാനെടുത്ത വീഡിയോ ആണ്. ഇങ്ങനെ നമുക്ക് രഹസ്യമായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.